നമസ്കാരം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ തകരാറിലാക്കിയ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിൽ കിടത്തിയ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 25 കണ്ണൂരിലെ ഒരു പൊതുപരിപാടിക്ക് ശേഷം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ മടങ്ങുവാൻ വേണ്ടി കണ്ണൂരിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ വീണ ജോർജിനെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാകാത്ത പുകിലുകൾ ഇനി ഒന്നുമില്ല. അന്ന് കണ്ണൂരിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ എത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തൻ്റെ ഗൺമാനുണ്ടായിരുന്നു, കൂടെ എസ്കോർട്ട് പോലീസുകാരും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് 5-6 KSUക്കാർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുവാനായി എത്തുന്നു. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരുന്നു. ഉടനെ തന്നെ മന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരായ പോലീസുകാർ അവരെ ഉറുമ്പടക്കം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ദൂരേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് മന്ത്രിയുടെ 7 അയലക്കത്തേക്ക് പോലും എത്താൻ സാധിച്ചില്ല എന്നുള്ളത് റെയിൽവേയുടെയും അതുപോലെ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങളുടെയെല്ലാം ക്യാമറയിലൂടെ ജനങ്ങൾ കണ്ടറിഞ്ഞതാണ്. എന്നിട്ടും KSUക്കാർ കരിങ്കൊടി കൊണ്ട് മന്ത്രി വീണ ജോർജിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഏതോ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേൽപ്പിച്ചു, അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഏമാന്മാർ KSU വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു, കൊലക്കുറ്റത്തിനെതിരെ കേസെടുത്തു, അവരെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് അവരെ ജയിലിൽ നിന്നും പുറത്തുവിട്ടത്. എന്നാൽ മന്ത്രിയെ ഒരു തരത്തിലും KSUക്കാർ ആക്രമിച്ചിട്ടില്ലെന്നും KSUക്കാർ അവരുടെ പരിസരത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും അന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ നിന്നെല്ലാം മനസ്സിലായതാണ്. ഇതിൽ ഒരു ദൃശ്യമാധ്യമങ്ങളിലേത് പോലും, അതായത് CPMന്റെ സ്വന്തം ചാനൽ എന്ന് പറയുന്ന കൈരളി ചാനലിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് പോലും KSU പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എത്തുമ്പോൾ മന്ത്രിയുടെ പരിസരത്തേക്ക് ഈ പ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല. അവർ ഒരു കാരണവശാലും മന്ത്രിയുടെ പരിസരത്തേക്ക് എത്തുന്നതിന് മുമ്പ് സെക്യൂരിറ്റിക്കാരായ പോലീസുകാർ അവരെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നതാണ് കണ്ടത്. എന്നാൽ മന്ത്രി ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും വീണ്ടും അവിടെ നടന്ന സമര കോലാഹലങ്ങൾക്ക് ശേഷം ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിലേക്ക് കയറുവാൻ വേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ബഹുമാന്യനായ സ്പീക്കർ ഷംസീർ ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിയോട് ചോദിച്ചു എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി. ഉടനെ മാധ്യമങ്ങൾ മന്ത്രി വീണ ജോർജിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തുന്നു. എന്താണ് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഷംസീർ ഇടപെട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നു, KSUക്കാരുടെ കരിങ്കൊടി പ്രതിഷേധത്തിൽ മന്ത്രിയുടെ കഴുത്തിന് കാര്യമായി പരിക്കുപറ്റുന്നു, KSUക്കാർ മന്ത്രിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന രീതിയിൽ ഷംസീർ പറയുന്നു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ ഷംസീർ വിളിക്കുന്നു. മുഖ്യമന്ത്രി വീണ ജോർജുമായി സംസാരിക്കുന്നു. വീണ ജോർജ് അവിടെ കഴുത്തിന് പരിക്കേറ്റെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട്, അതായത് SP കാണുമ്പോൾ ഏട് കുട്ടൻപിള്ള എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് പോലെ വീണ ജോർജ് മുഖ്യമന്ത്രിയോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ ഫോണിൽ സംസാരിക്കുന്നു. ഉടനെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വീണ ജോർജിനെ മാറ്റുന്നു. അവർക്ക് സാരമായ പരിക്കുകളുണ്ട്. വീണ ജോർജ് പണ്ട് മോണോ ആക്ടിൽ 1ാം സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അതുപോലെ അതിവിദഗ്ധമായി അവർ കഴുത്തിന് വേദനയാണ്, ശരീരം ആസകലം എവിടെയൊക്കെ വേദനിക്കുന്നു എന്ന തരത്തിൽ ഗംഭീരമായ അഭിനയം കാഴ്ചവെക്കുന്നു. പിന്നീട് അവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ജില്ലാ ആശുപത്രിയിലേക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി പാഞ്ഞെത്തുന്നു. ഉടനെ തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കഴുത്തിന് മാരകമായി പരിക്കേറ്റ വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. CPMന്റെ കീഴിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇന്ന് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജിനെ പരിശോധിക്കുന്നു. യാതൊരു തരത്തിലുള്ള പരിക്കുകളും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവിടെ അവരുടെ കഴുത്തിന് എന്തോ വേദനയുണ്ട് എന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പുറത്തു വന്നത്. പിന്നീടാണ് പഴകുളം മധു എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ, വീണ ജോർജ് മുൻപ് കഴുത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് വെല്ലൂരിൽ ചികിത്സ നേടിയിട്ടുണ്ടായിരുന്നു. അത് കഴുത്തിന് ചികിത്സയ്ക്കാണോ എന്നുള്ളതറിയില്ല, എന്നാൽ അവർ കഴുത്തിന് ചികിത്സ നേടിയിരുന്നു പണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ പുറത്തുവിടുകയുണ്ടായി. ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നതിനിടയിൽ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത ദിവസം
മന്ത്രി വീണ ജോർജ് റോഡ് മാർഗം, അതായത് കണ്ണൂരിൽ നിന്നും അവരുടെ പത്തനംതിട്ടയിലേക്കുള്ള വീട്ടിലേക്ക് കാറ് മാർഗം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കും? അതായത് കഴുത്തിന്റെ കശേരുക്കൾക്ക് കാര്യമായി പരിക്കേറ്റ് വീണ ജോർജ് എങ്ങനെയാണ് ഇങ്ങനെ കട എന്നുള്ള റോഡിലൂടെ കാറിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളതെല്ലാം പിന്നീട് ജനം കണ്ടറിഞ്ഞതാണ്. ആ നാടകം അവിടെ പാളിപ്പോയതാണ്. ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം വീണ ജോർജ് പോലീസിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മൊഴി കൊടുത്തിരിക്കുന്നു. അതായത് അന്ന് കണ്ണൂരിൽ ഉണ്ടായത് വെറും ഉന്തും തള്ളും മാത്രമാണ്, മറ്റൊന്നും നടന്നിട്ടില്ല എന്ന്. എന്നാൽ മന്ത്രിയുടെ ഗൺമാനാണ് പറഞ്ഞത് മന്ത്രിയെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് KSUക്കാർ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ചു, അതാണ് മന്ത്രിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് തന്നെയാണ് ഗൺമാൻ വ്യക്തമാക്കിയത്. എന്നാൽ പോലീസും മറ്റുള്ള ഏജൻസികളുമെല്ലാം അന്വേഷിച്ചെങ്കിലും ഏത് ആയുധം കൊണ്ടാണ് ഇവരെ പരിക്കേൽപ്പിച്ചത് എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല. യൂത്ത് കോൺഗ്രസ്കാർ എവിടെ നിന്നും അങ്ങനെ ഒരു ആയുധം കൊണ്ടുവന്നിട്ടില്ല. കരിങ്കൊടി വാങ്ങിച്ച കടയിലെല്ലാം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. എന്നാൽ ഒരു അരമീറ്റർ മാത്രം കോട്ടൺ കരിന്തുണി വെച്ച് അല്ലെങ്കിൽ കരിങ്കൊടി വെച്ച് എങ്ങനെയാണ് ഒരാളുടെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുക എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. ഇനി കരിങ്കൊടി വീശുമ്പോൾ ശക്തമായി ഉണ്ടാകുന്ന കാറ്റേറ്റാണോ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന്റെ കശേരുക്കൾ ഇളകിപ്പോയത് എന്നൊക്കെയാണ് കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ അവർക്കെതിരെ അപഹാസ്യമായ രീതിയിൽ കമന്റ് ഇട്ടുകൊണ്ടിരുന്നത്. അതെന്ത് തന്നെയായാലും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസുകാർ അല്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ നിയോഗിച്ച ഗൺമാനാണ് പറഞ്ഞത് മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് മൂർച്ചയേറിയ അല്ലെങ്കിൽ മൂർച്ചയില്ലാത്തൊരു ആയുധം വെച്ച് വെട്ടി പരിക്കേൽപ്പിക്കുവാൻ വേണ്ടി KSU പ്രവർത്തകർ ശ്രമിച്ചു, വധശ്രമം തന്നെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ ഈ ഗൺമാൻ തന്നെ, അതായത് മുഖ്യമന്ത്രി വീണ ജോർജിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏർപ്പെടുത്തി കൊടുത്ത ഈ ഗൺമാനെ തന്നെ, മുഖ്യമന്ത്രിയുടെ ഗൺമാനെ തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കും. കാരണം കളവ് പറഞ്ഞതിന്, ഇത്രയും കാലം ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു നാടകം സൃഷ്ടിച്ചതിന് മന്ത്രിക്കെതിരെയുമെല്ലാം നടപടി ഉണ്ടാകും. എന്തായാലും മെയ് 4-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ വിലയിരുത്തൽ വച്ച് നോക്കുമ്പോൾ, അതായത് ഇടതുപക്ഷത്തിന് പ്രതികൂലമായാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്, വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ള സർവേകൾ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ മെയ് 4-ന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതെങ്കിൽ, മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ മന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ഈ നെറികേട്, അതായത് സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. കളവ് പറയില്ല, ഒരാളെ കൂടുതൽ പ്രീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിപ്രതിപത്തിയോടുകൂടിയോ പ്രതിപത്തിയോടുകൂടിയോ പെരുമാറില്ല എന്നുള്ള സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു, കളവ് പറഞ്ഞിരിക്കുന്നു. അതുമൂലം KSU പ്രവർത്തകരെ വധശ്രമത്തിനെതിരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കേണ്ടി വന്നിരുന്നു. ഇതെല്ലാം മന്ത്രി എന്ന രീതിയിൽ നടത്തിയിരിക്കുന്ന കൃത്യവിലോപമാണ്. അതിനെതിരെ മന്ത്രിക്കെതിരെ എന്തായാലും കേസ് വരും എന്നാണ് നിയമവൃത്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, മന്ത്രി കളവ് പറഞ്ഞിരിക്കുന്നു. 4 മാസങ്ങൾക്ക് ശേഷം പോലീസിന് മുന്നിൽ അവർ മൊഴി കൊടുത്തിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് മൊഴി കൊടുക്കാതിരുന്നത്? സ്പീക്കർ M. ഷംസീറും ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും. ഇത്രയും കാലം എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു നാടകം കളിച്ചത് എന്നുള്ളത് സ്പീക്കറും മൊഴി നൽകേണ്ടതായി വരും. എന്തായാലും ഈ കാര്യം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. KSU കുട്ടികൾ അന്ന് മന്ത്രിയെ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് കാണിച്ചത്, അതും മന്ത്രിയുടെ പരിസരത്തേക്ക് എത്തിയിട്ടില്ല. ഈ മന്ത്രിയുടെ ഗൺമാനാണ് ആയുധം വെച്ച് KSU പ്രവർത്തകർ മന്ത്രിയെ വധിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളൊരു കളവ് പറഞ്ഞത്, അതിന് മന്ത്രിയും കൂട്ടുനിന്നു. എന്തായാലും മന്ത്രി കൃത്യവിലോപം ചെയ്തിരിക്കുന്നു, സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്ന് നിയമവൃത്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി തുടരന്വേഷണം ഉണ്ടാകും. ഈ അന്വേഷണത്തിൽ മന്ത്രി പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.